അതായത് നമുക്ക് 2 തരം ലൈഫുണ്ട്. ഒന്ന് ഓർഡിനറി ലൈഫുണ്ട്. ഓർഡിനറി ലൈഫിൽ നമുക്ക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഒരു ജോലി കിട്ടി, സ്ട്രഗിൾ ചെയ്ത് നമ്മളൊരു വീട് വെച്ച് ഒരു വാഹനമൊക്കെ മേടിച്ച് കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു ഓർഡിനറി ലൈഫാണ്. നമുക്ക് നമ്മുടെ ഫാമിലിക്ക് മാത്രമേ കാര്യമായിട്ട് ഉപകാരം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ലൈഫ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ലൈഫാണ്. നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാവുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ലീഡറായിട്ട് മാറുന്നു, ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ നന്മമരമായി മാറുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മരിച്ചു പോയാലും ഇവിടെ അടയാളപ്പെടുത്തുന്ന ഒരു സിഗ്നേച്ചർ ഇടുന്ന ഒരു ലൈഫാണ്. ഇതിൽ 2 ലൈഫുള്ള. അപ്പോൾ ഈ ഓർഡിനറി ലൈഫ് അനുഭവിക്കുന്ന ആൾക്കാരാണ് മലയാളി കമ്മ്യൂണിറ്റിയിലെ കൂടുതൽ ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നല്ലൊരു ബ്രാൻഡ് ഇല്ല വേൾഡിൽ. ഇപ്പോൾ പിന്നെ നമ്മൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ ലോകത്തിലെ 68% പ്രൊഡക്റ്റും കൊടുക്കുന്ന ചൈനക്കാരാണ്. ലോകത്തിൽ ഒരുപാട് കണ്ടെത്തലുകൾ പല രാജ്യങ്ങളും കൊടുക്കുമ്പോൾ നമ്മളവിടുന്ന് എന്ത് കണ്ടെത്തലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ബിക്കോസ് നമ്മൾ ഓർഡിനറി ആൾക്കാരായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്കും എക്സ്ട്രാ ഓർഡിനറി ആവാൻ പറ്റും. ആ എക്സ്ട്രാ ഓർഡിനറി ആകുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് 1 മില്യൺ